മറ്റേ പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇപ്പം ചോദിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സിനിമ ഇറങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വറീസ് എപ്പോഴും സിനിമയുടെ മേളിലാണ്. എൻ്റെ പ്രതീക്ഷകളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഞാൻ ചെയ്ത സിനിമയിലാണ്. അപ്പോൾ സിനിമ നന്നാവണം, പ്രേക്ഷകരിലേക്ക് എത്തണം, നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുമല്ലോ. ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം അവർ സോൾവ് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അപ്പം ഞാനിപ്പോഴും എന്നോട് മാധ്യമങ്ങൾ കൂടുതൽ ചോദിച്ചത് മറ്റേ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ സിനിമയെ പറ്റി ചോദിക്കുന്നു. അല്ല, സിനിമയെ പറ്റി സംസാരിക്കാം. എങ്ങനെയുണ്ട് പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടിട്ട്? അല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല സത്യത്തിൽ. ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങി വന്നോളൂ. നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ? സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അത് കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയില്ല എന്താണ് പ്രേക്ഷകർ പറയാനുള്ളത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് എനിക്കെപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പാളിച്ചകൾ ഏത് സിനിമ എടുത്താലും ലാഗ് ഉണ്ടാവും. അല്ലെ ആ സീൻ വേണ്ടായിരുന്നു, ഈ സീൻ വേണ്ടായിരുന്നു, അവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അങ്ങനെ എല്ലാ സിനിമകൾക്കും നമുക്ക് വേണമെങ്കിൽ കീറി മുറിച്ച് പറയാൻ പറ്റും. അത് വിട്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങളല്ലേ നല്ലൊരു സാധനമായിരുന്നു എന്ന് പറയുന്നവരോടാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് അതിനെ കീറി മുറിച്ച് വെട്ടി കീറി കുഴിച്ചു മൂടി അതിനെ ഇല്ലാണ്ടാക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നല്ലതായിരുന്നു. പ്രമേയത്തിനാണ് ആൾക്കാർ കൂടുതൽ കയ്യടി പറഞ്ഞത്. പ്രമേയം കയ്യടിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കറിയില്ല ആരൊക്കെ കയ്യടിച്ചത്. നിങ്ങളാണോ കയ്യടിച്ചത് ആരാന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നോക്കാം. ഇപ്പം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് റിവ്യൂ വരുമല്ലോ. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒരു പുരുഷന്മാർക്ക് നീതി ലഭിക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വളരെ റെലവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നില്ല. അതൊക്കെ പണ്ട് തൊട്ടേ നമുക്കറിയാം. നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണ്. സ്ത്രീകൾ അബലകളാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ സൈഡിൽ നിയമം നിൽക്കുന്നത്. പക്ഷേ പുരുഷന്മാർക്കും അവർ മനുഷ്യരാണ്. അവർ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സൈഡ് കുറച്ചുകൂടി നിയമം അവരുടെയൊക്കെ സൈഡിൽ നിൽക്കണ്ടേ, അവരുടെ നീതി ലഭിക്കണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിനിമ. അല്ല, ഈ ബാക്കിയുള്ള ചോദിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയോടാണ് ഈ സിനിമാ സമരത്തിനെ പറ്റി ചോദിച്ചത്. ഇപ്പോൾ മേഡം അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് മേഡത്തിനോട് ചോദിക്കുന്നത്. എന്താണ് വീണ്ടും നിങ്ങൾ സമരത്തിലേക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സമരം ശരിക്കും നിങ്ങൾക്കൊക്കെ വേണം? വേണ്ട. ആർക്കാണ് സമരം വേണ്ട? ഇവിടെ ആർക്കും വേണ്ട. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ ചിലപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സമരം ചെയ്യുമായിരുന്നു സ്കൂളിൽ. എന്തിനാണ് ചെയ്യുന്നത്? പ്രശ്നം ഉണ്ടാക്കി സ്കൂൾ അടച്ചു പൂട്ടാനാണോ? അല്ലെ നമുക്ക് സ്വയമായിട്ട് പഠിപ്പ് നിർത്താനാണോ? അല്ല. അതിനകത്തുണ്ടാവുന്ന സംഭവങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ കിട്ടാനും ഇൻഡസ്ട്രീനെ കൂടുതൽ ബലപ്പെടുത്താനും എല്ലാവരുടെയും ഒരു തൊഴിൽ കംഫർട്ടാക്കാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവാനും പൈസ എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസേഴ്സാണ് മുടക്കുന്നത്. അപ്പോൾ അവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സമരം അവിടെ പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആലോചിക്കുകയാണ്. അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതിന് മുന്നേ ഇതെല്ലാം സോൾവ് ആവും. പിന്നെ അപ്പോൾ ഈ ലാലേട്ടൻ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എമ്പുരാൻ ഭയങ്കര റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. മേഡത്തിന് എങ്ങനെ എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ട് എമ്പുരാൻ്റെ? അത് എന്താ പറയുക, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആണല്ലോ. അത് എന്താ പറയുക, മലയാളത്തിനെ നമ്മുടെ മറ്റുള്ള എല്ലാ പാൻ ഇന്ത്യൻ ലെവലിലും ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയിൽ മൊത്തം അതിനെ എല്ലാവരിലേക്കും എത്തും എന്ന് ഉറപ്പുള്ള ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ അത് നമ്മൾക്ക് അഭിമാന നിമിഷമല്ലേ. എമ്പുരാൻ വരട്ടെ, ഞാനും കാത്തിരിക്കുകയാണ്. എന്തോ തീർച്ചയായിട്ടും കാണും. ആദ്യ ഷോ കണ്ടില്ലെങ്കിലും അന്നോ അതിൻ്റെ പിറ്റേന്നോ എന്തായാലും കാണും. ആദ്യ ഷോ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നലെയാണെങ്കിൽ എമ്പുരാൻ്റെ റിലീസിൻ്റെ ഡേറ്റും അന്ന് തന്നെ ഈ സമരം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഫേക്ക് ന്യൂസാണ്. അതായത് അപ്പോൾ ഈ മീഡിയാസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഫേക്ക് ന്യൂസുകൾ വരുന്നതൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണല്ലോ. അതെന്താണെന്നറിയോ, സത്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരാളൊരു പ്രസ്താവന ഇറക്കുന്നു, ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നു. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നേ നിന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുക. അപ്പം എനിക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അത് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളതിനെ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം നല്ലതായിരിക്കും. പക്ഷെ ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമില്ലേ, അത് ചിലപ്പോൾ അതിനകത്ത് നെഗറ്റീവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ മീഡിയാസ് പോയിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുത്ത് ആണ്ട് എമ്പുരാനെ താർക്കാനായിട്ട് അല്ലെങ്കിൽ എമ്പുരാനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിനുവേണ്ടി ചെയ്യുന്നു. ഇതൊന്നുമല്ല ഇതിനകത്ത് സത്യം. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് എന്താ പറയുക, അത് അസോസിയേഷനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, താരങ്ങൾക്കും അറിയാം. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് പോയി നിന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുള്ള കേസല്ല ഇത്.
സംസാരിച്ച് തീരാവുന്ന കാര്യമുള്ളൂ. അതിപ്പോൾ അത് പ്രശ്നം സോൾവ് ആവുകയും ചെയ്തു. അല്ലാണ്ട് ഒരിക്കലും 27-നൊന്നും ഒരു സമരമൊന്നും പറ്റിയില്ല. ആരും എമ്പുരാനോട്ട് എഗനിസ്റ്റും അല്ല. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ മാം.